കടലാക്രമണം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നൽകുന്ന തുക അപര്യാപ്തമാണെന്ന് സമ്മതിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതുവരെ നൽകിയിരുന്നത് 25 ലക്ഷം രൂപയാണ്. ഇതുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പോലും സാധിക്കുമെന്ന് കരുതുന്നില്ല. 50 ലക്ഷം രൂപയായി ഫണ്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ തുകയും ആവശ്യങ്ങൾക്ക് തികയുമോ എന്ന് വ്യക്തമല്ലെന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ജലവിഭവ മന്ത്രി പറഞ്ഞു. 25 ലക്ഷം രൂപ തീർത്തും അപര്യാപ്തമാണെന്നറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോട്ട്സ്പോട്ട് നിർമ്മിക്കുക അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതിന് വരുന്ന കാലതാമസം വരെ ഒരു വളരെ പെട്ടെന്ന് ഇടപെടേണ്ട ഒരു എമർജൻസി വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ തീരദേശത്തെ ചില സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തുക അനുവദിക്കുന്നത്. ആകെ 25 ലക്ഷം അല്ല, ആദ്യം 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ചില രൂക്ഷമായ വിഷയം വന്നപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് തുക അനുവദിച്ച് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഞാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, വീണ്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷവും കൂടി അഡീഷണലായിട്ട് അനുവദിച്ചു. ഇപ്പോൾ ഓരോ സ്ഥലത്തും 50 ലക്ഷം രൂപ വെച്ച് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയുമില്ല. എന്നാൽ അതാത് തലങ്ങളിലുണ്ടാകുന്ന രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ MLA മാർ